നിസ്കാരം തുടങ്ങി ബിദ്അത്തിന്റെ സംഘടനകളിലേക്ക് ചേക്കേറിപ്പോകുന്ന യുവാക്കൾ ആദ്യമായി അവർക്ക് വരുന്ന ദുരന്തം എന്താണെന്നറിയുമോ? ഞങ്ങളുടെ നിസ്കാരമാണ് തൗഹീദിന്റെ നിസ്കാരം, ആ പള്ളിക്കാര് ശിർക്കിന്റെ നിസ്കാരക്കാരാണ്. തോന്നാറില്ലേ അവർക്ക് ഞങ്ങളുടേത് മാത്രമാണ് ശരിയെന്നും ബാക്കിയുള്ളവരുടെ ഇബാദത്തിനെ പുച്ഛമായി കാണുകയും ആ പള്ളികളിൽ പോയാൽ നിസ്കാരം പോലും സ്വഹീഹല്ല എന്ന് പോലും പറയാൻ ധൈര്യപ്പെട്ട ആളുകൾ നമ്മുടെ മലയാള കേരളത്തിലില്ലയോ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അഹങ്കാരം ഒരു അല്പം ഒരു കടകുമണിയോളം കിബിർ ഹൃദയത്തിലുണ്ടെങ്കിൽ നാളെ സ്വർഗം ഹറാമാണെന്നാണ് നബി തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എന്റെ കൂടെയുള്ള മുഅ്മിനീങ്ങൾ അത് ബിദ്അത്തുകാരാണെങ്കിലും അല്ലെങ്കിലും അഹ്ലുൽ ഖിബില, ഒരു ഖിബിലയിലേക്ക് നിസ്കരിക്കുന്നവർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾ അവരിൽ തെറ്റുകാരാണെങ്കിൽ പോലും അവരിൽ ശിർക്ക് ആരോപിക്കാൻ പാടില്ല എന്നാണ് ശർഇന്റെ നിയമം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആളുകളെ കുറിച്ച് ശിർക്ക് ആരോപണം നടത്തുകയാണ് ആദ്യം സംഭവിക്കുന്ന ദുരന്തം. അവരുടേത് മാത്രമാണ് ശരിയെന്ന് ധരിക്കലാണ്. ഞങ്ങളാണ് മെച്ചപ്പെട്ടവർ, ബാക്കിയുള്ളവരൊക്കെ തെറ്റായ വഴികളിലാണ് പോകുന്നത് എന്നാണ് ആദ്യം മനസ്സിൽ തോന്നുന്ന ദുരന്തം. നഷ്ടപ്പെട്ടോ? ഈമാനിന്റെ അടിസ്ഥാനപരമായ തകർച്ച സംഭവിച്ചുവോ? ഈ അടിസ്ഥാനപരമായ തകർച്ച സംഭവിച്ചാൽ പിന്നെ ചെയ്യുന്ന ഇബാദത്തിന് എന്ത് വെളിച്ചം കിട്ടാനാ? അങ്ങനെയാണോ ചിന്തിക്കേണ്ടത്? നമ്മളൊന്ന് നന്നായി എന്ന് വിചാരിച്ച് ബാക്കിയുള്ളവര് മോശക്കാരാണെന്ന് വിചാരിക്കാൻ പാടുണ്ടോ? അതല്ലേ ശീലിപ്പിക്കുന്നത്? മൈക്ക് കെട്ടിയിട്ട് സ്റ്റേജുകളിൽ മുഴുവനും മൗലിദ് കഴിക്കുന്ന ആളുകൾ ബിദ്അഇകളാണെന്ന് പറയുകയും ഏതെങ്കിലും ഒരു മഹാന്റെ ഖബറിടത്തിൽ ചെന്ന് ദുആ ചെയ്താൽ റബ്ബിനോട് ദുആ ചെയ്യുന്ന മുഅ്മിനീങ്ങളോട് അവർ ഖബർ പൂജ നടത്തുകയാണെന്ന് പറയാറില്ലേ? ഖുബൂരികളാണെന്ന് പറയാറില്ലേ? ഈ ആരോപണങ്ങൾ എത്ര ദുരന്തമാണ്, എത്ര ഗൗരവമുള്ളതാണ്. അവരോതുന്ന ഹദീസ് ഇതാണ്: ലാ തുശദ്ദുർ റിഹാലു ഇല്ലാ ഇലാ സലാസതി മസാജിദ്. 3 പള്ളികളിലേക്കല്ലാതെ, പള്ളികളിൽ ചെന്നാൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ നിസ്കാരത്തിന് ഏറെ പ്രാധാന്യമുണ്ട്, ഏറെ കൂലിയുണ്ട് എന്ന വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ നിങ്ങൾക്ക് പോകാൻ പാടുള്ളത് 3 പള്ളികൾ മാത്രമാണ്. ഈ ഹദീസ് ശരിക്കും മനസ്സിലാക്കുക. 3 പള്ളികൾക്ക് നിസ്കാരത്തിന് പ്രാധാന്യം ഏറെയുള്ളൂ. മസ്ജിദി ഹാദാ, അതിലൊന്നാമത്തേത് എന്റെ ഈ മസ്ജിദാണ്. ഏതാണ് എന്റെ മസ്ജിദ്? ഏതാ? പുണ്യനബി ഞങ്ങൾ പറയുന്ന എന്റെ മസ്ജിദ് മസ്ജിദു റസൂലില്ലാഹി ബിൽ മദീനത്തിൽ മുനവ്വറ. ഹബീബ് അന്ത്യവിശ്രമം കൊള്ളാൻ അള്ളാഹു തെരഞ്ഞെടുത്ത ആ പരിശുദ്ധമായ പള്ളിയെ കുറിച്ചാണ് എന്റെ മസ്ജിദ് എന്ന് തങ്ങൾ പറയുന്നത്. ആദ്യം മനസ്സിലാക്കണം, പുണ്യനബി ആദ്യം ഉണ്ടാക്കിയ പള്ളി ഏതാ? മദീനയിൽ. ഏതാ ആദ്യത്തെ പള്ളി? മസ്ജിദ് ഖുബാ. ഖുബാ പള്ളിയാണെന്നല്ല തങ്ങൾ പറയുന്നത്, എന്റെ മസ്ജിദാണ്, എന്റേതാണ് എന്ന ഒരൊറ്റ നിസ്ബ കൊണ്ടാണ് ആ പള്ളിക്ക് ആ സ്ഥാനം കിട്ടിയത്. അല്ലെങ്കിൽ പള്ളികളിൽ ആദ്യം ഹബീബ് ഉണ്ടാക്കിയ പള്ളി ഖുബാ പള്ളിയാണ്. പക്ഷേ എന്റെ പള്ളി എന്ന് ഹബീബിലേക്ക് ചേർത്തി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഹബീബിന്റെ പള്ളിക്ക് മസ്ജിദുൽ ഹറാം കഴിഞ്ഞാൽ 2ാമത്തെ സ്ഥാനം കിട്ടുന്നത്. എന്തുകൊണ്ടാ? ഹബീബ് അവിടെയുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ്. ഇത് എന്റെ പള്ളിയാണ് എന്ന് ഹബീബ് പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. ആ ഒരൊറ്റ നിസ്ബയാണ്, അറബിയിൽ അങ്ങനെ പറയാൻ, നിസ്ബ, ഹബീബിലേക്ക് ചേർത്തി പറഞ്ഞു. അതുകൊണ്ടാണ് ആ മസ്ജിദിന് ഇത്രമേൽ സ്ഥാനം കിട്ടാൻ കാരണം. പിന്നെ പറഞ്ഞു വൽ മസ്ജിദിൽ ഹറാം, മക്കയിലെ പള്ളി. പിന്നെ വൽ മസ്ജിദുൽ അഖ്സാ, ജെറൂസലേമിൽ കിടക്കുന്ന മസ്ജിദുൽ അഖ്സയാണ്. ഈ 3 പള്ളികളിലേക്കല്ലാതെ പ്രതിഫലം ഏറെയുണ്ട് നിസ്കാരത്തിന് എന്ന് വിചാരിച്ച് നിങ്ങളാരും പോവേണ്ടതില്ല എന്ന് പറഞ്ഞാൽ പള്ളികളിലേക്ക് പോകുന്നതിനെ കുറിച്ചല്ല ഈ പറയുന്നത്. പള്ളികളിലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ, പള്ളികളാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, പള്ളികൾക്ക് നിസ്കാരത്തിന്റെ പുണ്യമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ, നിങ്ങൾക്ക് ഈ 3 പള്ളികളാണ് ശ്രേഷ്ഠമായത്. അല്ലേ? എന്തിനെ കുറിച്ചായി പറയുന്നത്? മഹാന്മാരുടെ അദ്രിഹത്തിനെ കുറിച്ചാണോ ഈ പറയുന്നത്? മഹാന്മാരുടെ മഖാമുകളെ കുറിച്ചാണോ ഈ പറയുന്നത്? ചരിത്ര സ്മാരകങ്ങളെ കുറിച്ചാണോ നബി തങ്ങൾ പറയുന്നത്? മസ്ജിദിനെ കുറിച്ചാണ് തങ്ങൾ പറയുന്നത്. വ്യക്തമല്ലയോ? മുസ്തസ്നയാണിത്, ഇസ്തിസ്ന. ഇല്ലാ ഇലാ സലാസതി മസാജിദ്.
അറബി വ്യാകരണം പഠിക്കുന്നവർക്കറിയാം, അവിടെ ഒരു മുസ്തസ്ന മിൻഹു ഉണ്ട്. ഏതിനെയാണ് ഇവിടെ ക്യാൻസൽ ആക്കുന്നത്? ഈ മൂന്നെണ്ണം അപ്രൂവ് ചെയ്തുകൊണ്ട് നിബിധങ്ങൾ ക്യാൻസൽ ചെയ്യുന്ന ഏതാ? ബാക്കി മസ്ജിദുകൾ, ബാക്കി മസ്ജിദ്. അപ്പൊ ചർച്ച തന്നെ പള്ളികളെ കുറിച്ചാണ്. ഇവിടെ ചർച്ച പള്ളികളെ കുറിച്ചാണ്. പള്ളികളെ കുറിച്ചുള്ള ചർച്ചയിലാണ് ഈ മൂന്ന് മസ്ജിദിലേക്ക് ചെന്നാലാണ് നിങ്ങൾക്കേറെ പ്രതിഫലമുണ്ട് എന്ന് പറയുന്നത്. എന്നാൽ നിങ്ങൾ എന്നെയാണ് ഉദ്ദേശിച്ചു വരുന്നതെങ്കിൽ, മസ്ജിദി ഹാദാ, ഞാൻ ഇവിടെയുണ്ട്, എന്നെയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് വരാം. ഞാൻ ഇവിടെയുണ്ട്, എന്നെ നിങ്ങൾക്ക് വന്ന് കാണാം. എന്നാൽ നിങ്ങൾക്ക് നിസ്കാരത്തിന്റെ കൂലിയാണ് വേണ്ടതെങ്കിൽ കൂടുതൽ കൂലി മക്കത്തുണ്ട്. 1000 എന്റെ മസ്ജിദിൽ, 500 മസ്ജിദുൽ അഖ്സയിൽ. ഹബീബിനെ വന്ന് കാണരുതെന്നോ, ഒരു മഹാനെയും സിയാറത്ത് ചെയ്യരുത് എന്നോ, എവിടെയും പോകരുത് എന്നോ ഈ ഹദീസ് കൊണ്ട് എങ്ങനെയാണ് തെളിയിക്കാൻ കഴിയുന്നത്? സത്യസന്ധമായി ചിന്തിക്കുക, സംവാദങ്ങൾക്ക് ഇടം വെക്കുകയല്ല. പക്ഷേ ഈ ഉമ്മത്തിന്റെ ഉള്ളിലേക്ക് ബിദ്അത്തിന്റെ വിഷങ്ങൾ കയറി വരുമ്പോ നമ്മുടെ മക്കൾക്കെങ്കിലും ബോധ്യമാവണം, അഹ്ലുസുന്ന വൽ ജമാഅത്താൻ അശ്അരി മാതുരിദി മദ്ഹബുകളിലൂടെ കടന്നു വരുന്ന നമ്മുടെ അഖീദക്ക് കോട്ടം വരാതെ ഇതാണ് നാജിയായ വഴി, ഇതാണ് രക്ഷപ്പെടാനുള്ള വഴിയെന്ന് നമ്മുടെ മക്കൾ മനസ്സിലാക്കണം. 4 മദ്ഹബിന്റെ ഇമാമുമാർ തെരഞ്ഞെടുത്ത വഴിയാണത്. നിസ്കാരം നടത്തുമ്പോഴേ, നിസ്കരിക്കുമ്പോഴേ അല്ലാഹു അക്ബർ, അല്ലാഹുവേ നീയാണ് റബ്ബേ ഏറ്റവും മഹോന്നതൻ, നിന്റെ വിഷയമാണ് റബ്ബേ വിഷയങ്ങളിൽ ഏറ്റവും വലുത്. അതല്ലേ അല്ലാഹു അക്ബറിന്റെ അർത്ഥം? അല്ലാഹു അക്ബർ. നിസ്കാരത്തിലെങ്ങാനും നിങ്ങൾ ഒരു മനുഷ്യന്റെ മൊബൈൽ സന്ദേശം നോക്കിയാൽ നിങ്ങളുടെ ശ്രദ്ധ അല്ലാഹുവിൽ നിസ്കാരത്തിൽ നിന്ന് നിങ്ങളുടെ മൊബൈലിലേക്ക് പോയി, നിസ്കാരം ബാത്തിലാകും എന്ന് പറഞ്ഞ ആളുകളുണ്ട്. ബാത്തിലാവില്ല, അത് ഹറക്കത്ത് കൊണ്ടല്ലേ വരുള്ളൂ എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ അള്ളാന്റെ മുമ്പിൽ നിൽക്കുമ്പോ പടപ്പുകളിലേക്ക് നോക്കുന്നത് അള്ളാന്റെ മുമ്പിൽ ചെയ്യുന്ന സൂഉൽ അദബല്ലേ, അച്ചടക്കേടല്ലേ അത്? അള്ളാന്റെ മുമ്പിൽ റബ്ബേ നീയാണ് ഏറ്റവും വലുത്, നിന്റെ വിഷയമാണ് വിഷയങ്ങളിൽ ഏറ്റവും വലുത് എന്ന് പറഞ്ഞിട്ട് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാതെ, ഫ്ലൈറ്റ് മോഡിൽ വെക്കാതെ, ഓഫ് ചെയ്ത് വെക്കാതെ, ഓൺ ആകുമ്പോ മേലെ കിടക്കുമ്പോ ആരാ വിളിച്ചത് എന്ന ആളിന്റെ പേര് നിങ്ങൾ നോക്കുന്നതോടുകൂടെ അള്ളാന്റെ ഹളറത്തിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് പോയിട്ടില്ലയോ? പോയോ? ഒരു മനുഷ്യൻ, നിങ്ങൾ വീട്ടിൽ നിന്ന് സുന്നത്ത് നിസ്കരിക്കാന്ന് വിചാരിച്ചോ, ഇനി ഫർള് നിസ്കരിക്കാന്ന് വിചാരിച്ചോ, ഒരു മനുഷ്യൻ വന്ന് വാതിൽ തുറക്കട്ടെ വരട്ടെ എന്ന് പറയുമ്പോ അതേ നഅം അറബിയിലോ ഏത് ഭാഷയിലോ കടന്നു വരട്ടെ എന്ന് ഇംഗ്ലീഷ് ചോദിക്കുമ്പോ യെസ് എന്ന് പറഞ്ഞു, നിസ്കാരം ബാത്തിലാകും. നിസ്കരിക്കുന്നവന്റെ മുമ്പിലേക്ക് ഒരാൾ എന്തെങ്കിലും തടസ്സം കൊണ്ടുവന്നാൽ ഒന്ന് മാറ്റിയിട് എന്ന് പറഞ്ഞാൽ, അതൊന്ന് നീക്കിവെക്ക് എന്ന് പറഞ്ഞാൽ, ഒന്ന് മാറി നിൽക്ക് എന്ന് പറഞ്ഞാൽ, മക്കളെയോ കുട്ടികളെയോ പേരെടുത്തിട്ടോ അല്ലാതെയോ ഏതെങ്കിലും ഒരു മഖ്ലൂക്കിനെ നേരിട്ട് വിളിച്ചാൽ നിസ്കാരം ബാത്തിലാണ്. ആ നിസ്കാരത്തിലാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബി, മുമ്പിലിരിക്കുന്ന ഒരാളെ വിളിക്കുന്ന വാക്കാണ് അയ്യുഹ. ജുമുഅക്ക് കേൾക്കാറില്ലേ ഖതീബുമാർ അയ്യുഹന്നാസ്? നാസ് എന്ന് പറഞ്ഞാൽ ജനങ്ങളെ, അയ്യുഹന്നാസ് എന്ന് പറഞ്ഞാൽ എന്റെ മുമ്പിലിരിക്കുന്ന ഈ ജനങ്ങളെ, നിങ്ങളെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അയ്യുഹന്നാസ്, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, അസ്സലാമു അലൈഹി, അവരുടെ മേൽ സലാം എന്നല്ല, അസ്സലാമു അലൈക. അല്ലാഹുവിനോട് ഖിതാബ് ചെയ്യുമ്പോ, അള്ളാഹുവിനോട് സംസാരിക്കുമ്പോ, അള്ളാഹുവിന്റെ മുമ്പിൽ വിഷയം അവതരിപ്പിക്കുമ്പോ, അള്ളാന്റെ കലാം ഓതുമ്പോ, ആ നിസ്കാരത്തിന്റെ അവസാനത്തെ അത്തഹിയാത്ത് ഓതുമ്പോ, അത്തഹിയാത്തിൽ ഫർളായ ഭാഗങ്ങളിൽപ്പെട്ടതാണ് നബിയേ, അള്ളാഹുവിന്റെ തിരുദൂതരെ, അങ്ങയുടെ മേൽ അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് ഒരാൾ പറഞ്ഞില്ലെങ്കിൽ അവന്റെ നിസ്കാരം ബാത്തിലാണ്. ഇത് പറഞ്ഞാൽ അള്ളാഹും റസൂലിനും ഒരുപോലെയാക്കി എന്നാണോ അതിനർത്ഥം? ഒരിക്കലുമല്ല. പള്ളികളിൽ അള്ളാഹു മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് എഴുതി വെക്കുന്നത് പോലും പാടില്ല എന്ന് പറഞ്ഞ ആളുകളാണ് ഇത്തരക്കാരുടെ നേതാക്കന്മാർ. അവരുടെ ഫത്വയുണ്ട് അങ്ങനെ. എന്തിന്? അള്ളാഹുവിനോട് മുഷാറക്കത്ത് വരുമത്രേ.
പൊന്നു സഹോദര, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷഹാദത്തിന്റെ ഒരു ഭാഗം ചൊല്ലി രണ്ടാമത്തെ ഭാഗം വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ഭാഗം ചൊല്ലാതിരുന്നാൽ ആൾ ഇസ്ലാമിലേക്ക് വരുമോ ഇല്ലയോ? വരാൻ കഴിയില്ല. ദീനിലേക്ക് കടന്നു വരണമെങ്കിൽ ഷഹാദത്തിന്റെ രണ്ട് ശത്രുക്കളും പറയണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹു ഹബീബിനെ ബഹുമാനിച്ചത് അവർക്ക് ഓർമ്മ വരുന്നില്ല. പുണ്യനിബിധങ്ങൾ എന്തിനാണ് വസീല എന്ന് ചോദിക്കും. എന്തിനാ വസീല? ഡയറക്റ്റ് ചോദിച്ചാൽ പോരെ? മതി എന്നാലൊന്ന് ചോദിച്ചോട്ടെ. അള്ളാഹുവിനോട് ഡയറക്റ്റ് ചോദിക്കാനുള്ള ഈ ഇൽമ്, വിശുദ്ധ ഖുർആനും ഹദീസും നിങ്ങൾക്ക് ഡയറക്റ്റ് അള്ള തന്നതാണോ? ഈ ഇൽമ് എവിടെ നിന്ന് കിട്ടി? നിങ്ങൾക്ക് കിട്ടിയ ഇൽമ് ഡയറക്റ്റ് ആണോ? പുണ്യനബി തങ്ങളുടെ വസീലയിലൂടെയല്ലയോ ഈ ഉമ്മത്തിന് ഹിദായത്ത് കിട്ടിയത്? ഹബീബില്ലെങ്കിൽ എന്ത് ഹിദായത്ത്? പുണ്യ റസൂലില്ലെങ്കിൽ എന്ത് ഹിദായത്ത്? എന്ത് തൗഹീദ്? പുണ്യനബി ഇല്ലെങ്കിൽ എന്ത് ഷഹാദ? ഹബീബല്ലയോ പഠിപ്പിച്ചു തന്നത്? ഹബീബല്ലയോ ലിതുബയ്യിന ലിന്നാസ്? അതുകൊണ്ട് മുഅ്മിനീങ്ങൾക്ക് അവരും റബ്ബും തമ്മിലുള്ള ബന്ധത്തിന്റെ വസീലയാണ്, വസീതത്താണ് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മനസ്സിലാക്കാൻ എന്താ പ്രയാസം?